ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് നിനക്കറിയാവോ? നിന്റെ നന്മ. അമ്മ ഇവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് അതെങ്ങനെ ഡാഡി എന്നെ ബാധിക്കുന്നേ? ഞാൻ പറയുന്നതിന്റെ പൊരുളൊന്നും നിങ്ങൾക്കിപ്പോ മനസ്സിലാവില്ല. അത് പിന്നീടൊരു കാലത്ത് മനസ്സിലാവും. അപ്പോ എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. നീ നോക്കിക്കോ. ഏട്ടൻ അങ്ങനെയൊക്കെ പറയും. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിരഞ്ജന്റെ അമ്മയ്ക്ക് കൂടി സുഖമായിട്ട് കഴിയാനുള്ള സ്ഥലം ഈ വീട്ടിലുണ്ട്. അവര് വന്നോട്ടെ. ഈ സമയത്ത് അവരിവിടെ തന്നെയാ നിൽക്കേണ്ടത്. ഡാഡി, ദേ അമ്മ. വിവരങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. വേറെ വഴിയില്ലാത്തതുകൊണ്ടാ ഞാൻ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്നാലും അങ്ങോട്ട് കയറി പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. എനിക്ക് പ്രായമായി. പഴയതുപോലെ തൊഴിലും വരുമാനമൊന്നുമില്ല. ഈ വീടിപ്പോ ഇവർ രണ്ടുപേരും കൂടിയാ നോക്കുന്നത്. അവരെന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. സ്വന്തം മോളെപ്പോലെ വളർത്തിയ ഒരുവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാത്തതുകൊണ്ടാണല്ലോ നിരഞ്ജൻ്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ആ ഒരു ഗതികേട് ഒരുപക്ഷെ നാളെ എനിക്കും ഉണ്ടാവാം. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നാൽ, അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മൗനം വിദ്വാനുഭൂഷണമെന്നാണല്ലോ പറയുക. ചേച്ചി വന്നതിൽ എതിർപ്പില്ലെന്നാ ഏട്ടൻ ഉദ്ദേശിച്ചത്. അല്ലേ മോളെ? അതെ അതെ. അക്ഷര, അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു. ശരി. സാറിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഞാൻ അമ്മയെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിരഞ്ജൻ്റെ അമ്മ ഇവിടെ വരുന്നതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം? അതല്ല, സാറിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എൻ്റെ മുഖമൊന്നും നോക്കണ്ട. എൻ്റെ മുഖം കുറേ നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ. സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല മോളെ. ആ വീട് വിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. എന്റെ ഈ ഗതികേട് മറ്റൊരു സ്ത്രീക്കും വരരുത്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്നേക്കുമായി ഇറങ്ങി പോകുന്നതൊന്നും അല്ലല്ലോ. 2 ദിവസത്തേക്ക് മകന്റെ കൂടെ കഴിയാൻ വന്നു എന്ന് വിചാരിച്ചാ മതി. അതിനു മുൻപ് ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കില്ലേ? പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അത്ര അഹങ്കാരവും വാശിയുണ്ട് പൊന്നുമണിക്ക്. അതവളുടെ നാശത്തിന് അമ്മ. രണ്ടിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക വേണ്ടത്. അത് ചെയ്യാത്തത് പേടിച്ചിട്ടല്ല, നാണക്കേട് ഓർത്തിട്ടാ.
എല്ലാരും അറിയുമല്ലോ നമ്മുടെ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന്. ആ ഒറ്റ കാര്യം ഓർത്തിട്ട് മാത്രം ക്ഷമിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത് അവള് മറക്കാൻ പാടില്ല. എങ്ങനെ അവള് മാറിയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. അവൻ വല്ല കൈവശം കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ല. അവള് വാശി കാണിക്കുന്നതാ അമ്മേ.